ഭഗവാനാണ്. ഭഗവാൻ നാമങ്ങളും നിയമങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് തന്നിരിക്കുന്നത്. അതിനാൽ ആചാരം അനുഷ്ഠാനം സ്വീകരിച്ച് 7-ാമത്തെ ദിവസം ഭഗവാരാധനയ്ക്കനുസരിച്ച് ശക്തിയെ പ്രാപിച്ചുള്ള നമ്മുടെ മനഃശക്തിയെ പ്രാപിച്ചുള്ള നമ്മുടെയൊക്കെ മനസ്സ് ചഞ്ചല്യമാണ്, അനേക വിഷയങ്ങളാൽ കലുഷിതമാണ്, ആർക്കും ശാന്തിയില്ല, ഈ ആകെ കിടന്ന് കലങ്ങി മറിയുകയാണ്. അങ്ങനെയുള്ള ഈ ലോക ജീവിതത്തിൽ ഞായറാഴ്ച അല്പസമയം നമ്മുടെ മനസ്സിനെ ഒന്ന് സ്വച്ഛതമാക്കുവാൻ, ആത്മാവിനൊരു സുഖവും സമാധാനവും സ്വസ്ഥതയൊക്കെ ഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോക ജീവിതത്തിൽ ഉൾമണിക്കുന്നൊക്കെ ഒരു ചോടി ഇവിടെ ഇന്ന് വന്ന് ഇങ്ങനെ ഭഗവാന്റെ ആരാധന പ്രാർത്ഥിക്കുന്നത്. ഇത് മഹാഭാഗ്യമാണ്. നമുക്ക് ആഴ്ചയിൽ 7 ദിവസവും 6 ദിവസവും കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ പറയുന്നു. 7-ാമത്തെ ദിവസം ശരീരത്തിനും ആത്മാവിനും വിശ്രമമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരീരത്തിന് വിശ്രമത്തോടൊപ്പം ആത്മാവിൻ്റെ ആനന്ദം കൂടി കൊടുക്കുന്നു. ആത്മാവിൻ്റെ ജ്ഞാനവും ആനന്ദവുമാണ് വേണ്ടത്. ഇത് നമുക്ക് ലോകജീവിതത്തിൽ ലഭിക്കുന്നില്ല. എന്നാണ് സ്വച്ഛന്തമായൊരു ഇടം, ഒരു ആരാധന ഇടം, ആശ്രമങ്ങളില്ലാത്ത സ്ഥലത്ത് ഭക്താത്മാക്കൾ സഭകളിൽ ഏകോപിക്കുവാനാണ് പ്രവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞായറാഴ്ച നമ്മുടെ ശ്രദ്ധ നിയമപ്രകാരം ഒരു ആരാധന നിയമമാണ്. അന്ന് മറ്റൊന്നും പാടില്ലെന്നാണ് വ്യവസ്ഥ. എങ്കിലും നമ്മൾ അർത്ഥമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രമിക്കാറുണ്ട്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം ആകെ വിഷയങ്ങളാണ്, ആരെയൊന്നും ഒന്നും എത്തിവിടുന്നില്ല. എല്ലാവരും ജീവിത പത്രപ്പാടിലാണ്. എങ്കിൽ പോലും ഭഗവാന്റെ കണ്ട നിയമം അനുസരിച്ച് 1-2 മണിക്കൂർ, 11 മണിക്കൂറിനാലും 12 1 മണി കഴിയുമ്പോൾ സമയം 2 മണിക്കൂറെങ്കിലും ഈ നാട്ടിൽ നമുക്ക് ചെലവിടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ബന്ധം ഭഗവാനുമായിട്ട്? എന്ത് ബന്ധം? ഇവിടെ തന്നെ ഇപ്പോൾ കണക്കാക്കി നോക്കിയിട്ട് 34ഓളം